സത്യാഗ്രഹം അത് ഇങ്ങനെ അവര് മഹാത്മാഗാന്ധിയുമായിട്ട് കത്തിടപാടുകൾ നടത്തിയിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ KP രാമമേനോൻ എന്ന് പറഞ്ഞ ഒരു സാമൂതിരിപ്പാടിനെ കണ്ടിട്ട് ഇതിൻ്റെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചു. അപ്പോൾ സാമൂതിരിപ്പാട് അദ്ദേഹത്തിന് നിസ്സഹായത പറഞ്ഞു. ഞാൻ മാത്രമായിട്ട് നമ്മൾ തീരുമാനം എടുക്കാൻ ആളല്ല. കാരണം തിരുവിതാംകൂർ മഹാരാജാവുണ്ട്, കൊച്ചി രാജാവുണ്ട്, കേരളത്തിൽ അങ്ങനെ 3 ഇതായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടി അതിനെ അനുകൂലിക്കണം, എന്നാലേ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മറ്റൊന്നും ചെയ്യുന്നത് ശരിയല്ല. മാത്രമല്ല അവിടെയൊക്കെ ഇത് അനുവദിക്കുകയാണെങ്കിൽ ഗുരുവായൂരും വലിയ വിഷമം ഉണ്ടാവും തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞ സൂചന നടത്തിയിട്ട് അദ്ദേഹം അവരെ തിരിച്ചയച്ചു. പിന്നീടാണ് ഒക്ടോബർ 2-ാം തീയതി അല്ല പിന്നെ അദ്ദേഹം കേളപ്പജി എന്ത് ചെയ്തു, അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം ഒന്നുകൂടി നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. അപ്പോൾ ഇദ്ദേഹം നിരാഹാര സത്യാഗ്രഹം വിളംബരം ചെയ്ത് അന്ന് തുടങ്ങിയപ്പോൾ എന്ത് പറ്റിച്ചാൽ അതേ ദിവസം തന്നെ മഹാത്മാഗാന്ധി ഇവിടെ ദർബാർ ജയിലിൽ അതെന്ത് പറ്റിച്ചാൽ അവിടെ ഉത്തരേന്ത്യയിൽ ഈ ബ്രിട്ടീഷ് ഭരണമായിരുന്നു. ആ ബ്രിട്ടീഷുകാർ ഈ ദളിതർക്ക് വേണ്ടിയിട്ട് ഒരു അവരെ ഭാഗത്ത് പ്രധാന ഒരു കൂടുതലുള്ളവർക്ക് അവർക്ക് വേണ്ടി നിയോജകമണ്ഡലം, പ്രത്യേക നിയോജകമണ്ഡലം അങ്ങനെ ഒരു ഏർപ്പാട് അവർ കൊണ്ടുവന്നു. അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞത് പറ്റില്ല, ഭാരതത്തിലെ ജനങ്ങളൊക്കെ ഒന്നാണ്, അങ്ങനെ അവർക്ക് മാത്രമേ അങ്ങനെ പാടില്ല, എല്ലാ ജനങ്ങൾക്കും ഞങ്ങൾ ഒന്നിച്ചാണ് വേണം, അത് ശരിയല്ല പറഞ്ഞു. ആ തീരുമാനത്തിനെതിരായിട്ട് അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം, ജയിലിലായിരുന്നു അദ്ദേഹം, അവിടെ നിരാഹാര സത്യാഗ്രഹം ആ ദിവസം തന്നെയാണ് ഇവിടെ കേളപ്പനും തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം ഇത് അറിഞ്ഞിട്ട് അദ്ദേഹം കത്ത് വെച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി വന്നു. 2-3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. 3 കാര്യം പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്ന്, ഇതേ ദിവസം തന്നെ കേളപ്പൻ സത്യാഗ്രഹം നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയത് ഇതിൻ്റെ ഒരു അനുകരണമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അത് ശരിയല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനു മുമ്പ് കേളപ്പൻ അവിടെ സത്യാഗ്രഹം തുടങ്ങുമ്പോൾ അതിനു മുമ്പ് എന്നോട് മറ്റേ ആലോചിക്കാമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അനുവാദവും അങ്ങേറ്റ് ആവാമായിരുന്നു, അതുണ്ടായില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ നിരാഹാര സത്യാഗ്രഹം തുടങ്ങുമ്പോൾ അതിന് ചില ഘട്ടങ്ങളുണ്ട്. സാമൂതിരിപ്പാടിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മതിയായ സാവകാശം കൊടുക്കണ്ട, എന്നിട്ട് വേണ്ടിയിരുന്നു നോട്ടീസ് വേണ്ടിയിരുന്നു. അങ്ങനെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് കേളപ്പൻ്റെ സത്യാഗ്രഹം നിരാഹാര സത്യാഗ്രഹം ഉടനെ നിർത്തണം എന്ന് പറഞ്ഞ് അദ്ദേഹം ടെലിഗ്രാം അടിച്ചു. അപ്പോൾ കേളപ്പൻ സത്യാഗ്രഹം തുടങ്ങിയിട്ട് 10 ദിവസമായിരുന്നു. അദ്ദേഹം വളരെ പരവശനായി ക്ഷീണിച്ചിരിക്കുകയാണ്. അത് ഈ സമരപന്തല് വന്നിട്ട്, അതായത് 1932 ഒക്ടോബർ 22-ാം തീയതി ആണ്, അല്ല ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ദിവസം രാവിലെ ഈ മഹാത്മാഗാന്ധിയുടെ ഈ സന്ദേശം ആ സമരപ്പന്തലിൽ ഒക്കെ വായിച്ചു. എന്നിട്ട് ഇദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗാന്ധിജിയുടെ ഇതുകൊണ്ട് നിർദ്ദേശമുണ്ട്, അത് കാരണം നമുക്ക് ഇനി നിർത്തണം, പക്ഷെ അതാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് നടന്നാൽ മതി. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ അദ്ദേഹം തുടങ്ങിയ നിരാഹാര സത്യാഗ്രഹം ഞാൻ ബാക്കിയാവുകയാണെങ്കിൽ, ഞാൻ ജീവനോടുകൂടി ഉണ്ടെങ്കിൽ, ഞാൻ അവിടെ വന്ന് കേരളത്തിൽ വന്ന് ഈ കേളപ്പജി നിങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ സംരംഭത്തിന് ഞാൻ ഏറ്റെടുത്ത് ഞാൻ വേണ്ടത് ചെയ്യും എന്നും കൂടി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതും കൂടി കണ്ടപ്പോൾ അവർക്ക് വളരെ ഇതായി. അവർ അതോടുകൂടി നാരങ്ങനീര് കൊടുത്ത് ഈ കേളപ്പൻ്റെ സമരം അവസാനിപ്പിച്ചു. അന്ന് സമരം ഈ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹം കഴിഞ്ഞു, പന്തലൊക്കെ പൊളിച്ചുപോയി, അങ്ങനെ പോയി. അപ്പോൾ അതിനുശേഷമാണ് ഈ മദ്രാസ് ലെജിസ്ലേഷൻ അസംബ്ലിയിൽ ഈ ബില്ല് വരുന്നത്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു, ഇത് ഈ സമരം നിർത്തിയതിന് ശേഷം കേളപ്പനും രാജാജിയും ഇവരൊക്കെ കൂടി അവിടെ പോയി ജയിലിൽ പോയിട്ട് അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി വീണ്ടും തുടങ്ങരുത് സമരം. അതായത് നമ്മൾ നിയമപരമായിട്ട്, അതായത് മദ്രാസ്, അതൊക്കെ ഈ ഗുരുവായൂരൊക്കെ മദ്രാസ് അസംബ്ലിയുടെ കീഴിലായിരുന്നു, മദ്രാസിൻ്റെ സംസ്ഥാനമായിരുന്നു. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഗവൺമെൻറ്. അപ്പോൾ അതിനു വേണ്ടി ബില്ല് അവിടെ കൊടുക്കുന്നുണ്ട്, രാജാജിയും ഇവരെല്ലാവരും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചർച്ച, അതിൻ്റെ തീരുമാനം വന്നതിന് ശേഷം മതി എന്ന് പറഞ്ഞ്, അതുവരെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. അങ്ങനെ അത് 1947 അങ്ങനെയാണ്. 47 2-ാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം, ഇതിനു വേണ്ടി സ്വാതന്ത്ര്യം കിട്ടാനുള്ള എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശിക്കാനുള്ള ഒരു ഉത്തരവ് മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബില്ല് അവതരിപ്പിച്ച് പാസ്സായി വന്നതിന് ശേഷമാണ്. അതാണ് ഏതാണ്ട് ഒരു ചരിത്രം. അതിനുശേഷം 34 ജനുവരി 11-ാം തീയതി, അത് ഈ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പാണ്, മഹാത്മാഗാന്ധി ഗുരുവായൂർക്ക് വന്നു. അദ്ദേഹം ഇവിടെ വന്ന് കിഴക്കേ നടയിൽ, ഇന്ന് നമ്മളവിടെ മുനിസിപ്പാലിറ്റിയുടെ അവിടെ കാണാൻ ഒരു സ്റ്റാച്യു മഹാത്മാഗാന്ധിയുടെ, അവിടെ അവർ പാടായിരുന്നു.
അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഗുരുവായൂർ ക്ഷേത്രപ്രവേശനത്തിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു. അപ്പോൾ അന്ന് തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു, സാമൂതിരിപ്പാടിനെയും കണ്ട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സമയം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇതുപോലെ 11 മണിക്ക് വന്നോളൂ. 12 അദ്ദേഹം അങ്ങനെ ഒരു കൃത്യതയ്ക്കുള്ള ആളാണ്. 11 മണിക്ക് സമയം തരാൻ തോന്നുന്നു. അങ്ങനെ വന്നോളൂ പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സമരം ഈ പ്രഭാഷണങ്ങൾ കഴിഞ്ഞ് ഇദ്ദേഹം അവിടെ വരുമ്പോഴേക്കും 11:15 കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി കാണാൻ പറ്റില്ല. അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു ശരിയാണ്, എൻ്റെ കുറ്റാണ്, സമയത്തിന് യഥാർത്ഥ സമയത്തിന് എനിക്ക് എത്താൻ പറ്റില്ല, ഞാൻ കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളാണ്, പക്ഷേ ഇതുകൊണ്ട് പറ്റിയില്ല, അതുകൊണ്ട് സാമൂതിരിപ്പാടിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അതിൻ്റെ ആ കൂടിക്കാഴ്ച നിർഭാഗ്യവശാൽ നടന്നില്ല. പിന്നീടാണ് ഈ ഇത് വരുന്നത്. അതിൻ്റെ സ്മാരകമായിട്ടാണ് ഇന്നിപ്പോൾ 2007 ജൂൺ 4-ാം തീയതി നഗരസഭ അവിടെ അദ്ദേഹം പ്രസംഗിച്ച സ്ഥലത്ത് ഒരു മഹാത്മാഗാന്ധിയുടെ ഒരു കരിങ്കല്ലുകൊണ്ടുള്ള ഒരു പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ സത്യാഗ്രഹ സമരത്തിൻ്റെ ഓർമ്മയ്ക്കായി ഗുരുവായൂർ ദേവസ്വം 2008 ആഗസ്റ്റ് 16-ാം തീയതി ദേവസ്വം സത്രം പറമ്പിൽ ഒരു സ്തൂപം സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പുഷ്പാർച്ചനയൊക്കെ നടത്തുന്നത്. അങ്ങനെയാണ് ഈ 2 സ്മാരകങ്ങൾ. അതുപോലെ KKG കവാടം, അവിടെ കിഴക്കേ നടയിൽ നമ്മൾ കാണാം, മഞ്ഞളാലിൻ്റെ തൊട്ടപ്പുറത്ത് ഈ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന ഇതിൻ്റെ സ്മാരകമായിട്ട് കവാടം. അത് ഗുരുവായൂരിൻ്റെ ഒരു വളരെ നിത്യസ്മരണയ്ക്ക് അതിൻ്റെ ഇതിന് ബന്ധപ്പെട്ടതാണ്. അതൊക്കെ ഏതാണ്ട് രൂപം ഇതാണ്. പിന്നെ അന്ന് പല ഇതിനോടനുബന്ധിച്ച് പിന്നെയും കുറേ കാര്യങ്ങൾ ചേർന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ 2-ാം തീയതി രാവിലെ നേരത്തോടെ സൂചിപ്പിച്ചു, സഖാവ് കൃഷ്ണപിള്ള 100 ഹരിജനങ്ങളും കൂടി അന്ന് രാവിലെ ഈ ഉത്തരവ് എന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ അമ്പലക്കുളത്തിൽ കുളിച്ച് നാമം ചൊല്ലിക്കൊണ്ട് അവർ വരിവരിയായിട്ട് അച്ചടത്തോട് അമ്പലത്തിൽ വന്ന് മണിയടിച്ച് തൊഴുതു, തീർത്ഥം പ്രസാദം കയ്യിൽ വാങ്ങി. അതൊരു അന്നത്തെ ഒരു വലിയൊരു കാര്യമായിരുന്നു അവരെ സംബന്ധിച്ചോട്. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ അവർക്കൊന്നും കയ്യിൽ തീർത്ഥം പോലും വെച്ച് കൊടുത്താൽ നിലത്ത് വെച്ച് കൊടുക്കുക എന്ന് അങ്ങനെയായിരുന്നു അത്. അപ്പോൾ അന്ന് PR നമ്പ്യാരൊക്കെ ഇടപെട്ടു. അത് ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു, ഈശാന്മാർ ഉത്തരവ് വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഗോപുരത്ത് പോയി കത്ത് വാങ്ങിക്കൊണ്ട് കൊടുത്ത് ഇതിങ്ങനെ ഇന്ന് മോൾക്ക് ഇങ്ങനെ ആവാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് തീർത്ഥം പോലും നമുക്ക് കയ്യിൽ എല്ലാവർക്കും കയ്യിൽ വാങ്ങാവുന്ന സംവിധാനം വന്നത്. അങ്ങനെ ഒരുപാട് ഇതിൻ്റെ ഇടയിൽ അവർ